അങ്ങനെയോട് ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. 14 ജില്ലയിൽ സമ്മേളനം നടക്കുന്നുണ്ടല്ലോ. മലപ്പുറം മതേതരം എന്നാണ് മലപ്പുറത്തെ സോവനീർ. തിരുവനന്തപുരം മതേതരം എന്നൊരു സോവനീർ ഇറങ്ങുമോ? കോട്ടയം മതേതരം എന്നൊരു സോവനീർ ഉണ്ടാവുമോ? കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട് മതേതരം എന്നൊരു സോവനീർ ഉണ്ടാവുമോ? മലപ്പുറത്ത് മാത്രമല്ലല്ലോ മുസ്ലിങ്ങൾ ഉള്ളത് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഈ മതേതര സംശയം, മലപ്പുറം മതേതരം എന്നല്ലേ ഞങ്ങൾ പറഞ്ഞത് വേണമെങ്കിൽ നിങ്ങൾ പറയും. പക്ഷേ ഈ മതേതര സംശയം, ഈ സൈക്ക് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരേ ഒരു ഇടമേ ഉള്ളൂ. അത് ബംഗാളിൽ മുർഷിദാബാദിനെ പ്രചരിപ്പിച്ചതുപോലെ കേരളത്തിൽ മലപ്പുറം ജില്ലയെ ചൂണ്ടി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളും സംഘപരിവാറും ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ വംശീയ പദ്ധതിയാണ് എന്നാണ് എൻ്റെ ഒരു വിമർശനം. രണ്ടാമതായി നിഷാദ് ചോദിച്ച ചോദ്യം, ഇതുകൊണ്ട് ഇവർക്ക് നേട്ടമുണ്ടാകുമോ എന്നാണ്. നിഷാദ്, ഇത് ഇവരിൽ നേട്ടമുണ്ടാക്കി നിർത്താൻ കഴിയില്ല. ഇവർ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും തമ്മിൽ ഒരു ഐക്യത്തിലൂടെ പോകുന്നു എന്നാണ്. ജമാഅത്തെ ഇസ്ലാമി, എൻ്റെ അറിവിൽ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ഒരുമിച്ചിരിക്കുന്നത് മുസ്ലിം ഐക്യവേദിയിലാണ്. അതിൽ എല്ലാ മുസ്ലിം സംഘടനകളുമുണ്ട്, സമസ്തയുണ്ട്, എല്ലാവരുണ്ട്. വല്ലപ്പോഴും അതിനോട് തെറ്റാറുള്ളത് ഇവരുടെ കൂടെ നിൽക്കുന്ന ഈ AP സമസ്തയാണ്. AP സമസ്തയെക്കുറിച്ച് റെജി ലൂക്കോസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് നിങ്ങളുടെ കൂടെയുള്ള ഒരു മുസ്ലിം സംഘടനയാണ്. നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് എല്ലാ കാലഘട്ടത്തിലും നിലപാട് സ്വീകരിച്ച് മുസ്ലിം ഐക്യത്തിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. മോഹനൻ മാസ്റ്റർക്ക് വേണ്ടി മെക്സവനെതിരെ ആരോപണം ഉന്നയിച്ച ഒരു സംഘടനയാണ്. PS ശ്രീധരൻപിള്ളയെ കൊണ്ട് SSFന്റെ, തങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയുടെ ദേശീയ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്ന ഒരു സംഘടനയാണ്. നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഒരു പ്രശ്നമില്ല. അവരുടെ സ്ത്രീവിരുദ്ധ നിലപാടുകളെക്കുറിച്ച് നിങ്ങൾക്ക് ആക്ഷേപമില്ല. ഒരു പരാതിയും നിങ്ങൾക്ക് അവരെക്കുറിച്ചില്ല. നിങ്ങൾ നിരന്തരമായി ഈ പ്രചരണങ്ങൾ മുഴുവൻ നടത്തിയിട്ടും മറ്റൊരു മുസ്ലിം സംഘടനയും നിങ്ങളുടെ കൂടെ നിന്നിട്ടില്ല. സമസ്തയുടെ മുഖപത്രം ഈ സുപ്രഭാതം ഈ അടുത്ത് CPMന്റെ ഈ പ്രചാരണത്തിനെതിരെ അതീവ ഗൗരവമുള്ളതാണ് എന്ന് ലേഖനം എഴുതിയിട്ടുണ്ട്. ഈവൻ ഈ AP വിഭാഗം പോലും നിരന്തരമായി ജമാഅത്തെ ഇസ്ലാമിക്ക് CPM ഒരു അമിത പ്രാധാന്യം നൽകുന്നു എന്ന വിമർശനമെങ്കിലും നടത്തിയിട്ടുണ്ട്. റെജി ലൂക്കോസ്, മുസ്ലിം സംഘടനകളോ ആരും തന്നെ ഈ തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ചൂണ്ടിയോ SDPIയെ ചൂണ്ടിയോ നിങ്ങൾ നടത്തുന്ന ഈ ഗുഡ് മുസ്ലിം, ബാഡ് മുസ്ലിം വർഗീകരണം നടത്തിക്കൊണ്ട് ഒരു ചീത്ത മുസ്ലിമിനെ സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ അപ്പുറത്ത് പോളറൈസ് ചെയ്യാം, ക്രിസ്ത്യൻ വോട്ടുകളെ പോളറൈസ് ചെയ്യാം. ഞാൻ അവസാനിപ്പിക്കാം. റെജി ലൂക്കോസിനെ പോലുള്ള ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ക്രിസ്ത്യൻ വൈകാരികത ഉയർത്തി മുസ്ലിം ഭീതി പരത്തിക്കളയാം. വഖഫ് നിയമത്തിനെതിരെ കിരാതമെന്ന് റെജി ലൂക്കോസിനെ കൊണ്ട് പറയിപ്പിച്ചാൽ അത് ഒരു ഇസ്ലാം ഭീതി പരത്തിയിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് വോട്ട് നേടാം എന്ന അജണ്ട നിങ്ങൾക്കുണ്ടാവും.